രാഹുൽ രാജ് എന്ന് പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ്. അദ്ദേഹം ബാലസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. SFIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ ഇഷ്യൂ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നലെ വേറൊരു റാഗിങ്ങിന്റെ ഇഷ്യൂവും പുറത്തു വന്നിട്ടുണ്ട്. അതായത് കാര്യവട്ടത്തായിരുന്നു ഒരു റാഗിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്തും പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് SFI ആണ് അല്ലെ. അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആ പയ്യൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അവനെ SFI യൂണിറ്റ് റൂമിലോട്ട് കൊണ്ടുപോയിട്ടാണ് അവനെ റാഗ് ചെയ്തത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിനുശേഷം ഇന്നലെ KSU പ്രവർത്തകരുടെ ഒരു മാർച്ചൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന SFIക്കെതിരെ. അപ്പൊ അതിനകത്തുണ്ടായിരുന്ന ഒരു നേതാവ്, അതായത് അലോഷ്യസ് സേവിയർ എന്ന് പറയുന്ന ഒരു നേതാവ് കോട്ടയം റാഗിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ രാജിനെ പറ്റിയിട്ടും എടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തി. 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥി നൽകിയ പരാതിയെ തുടർന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ലഭിച്ചു. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയിലിടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് വേലു എന്ന് പറയുന്ന ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ടു നിർത്തിയത്. അതായത് വേലു എന്ന് പറയുന്ന ഒരാൾ SFI യൂണിറ്റ് റൂമിലോട്ടാണ് കൊണ്ടു നിർത്തിയത്. അത് നിങ്ങൾ വേറെ കുറച്ച് വാർത്തകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ ഒരു പയ്യൻ തന്നെ അതെടുത്ത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഗിങ്ങിന്റെ സംഭവം ഉണ്ടല്ലോ, അത് ഇപ്പോഴെങ്കിലും തീരുന്ന ലക്ഷണമൊന്നുമില്ല. ഇന്നലെ സിദ്ധാർത്ഥ് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു വിഷമം നിങ്ങളൊന്ന് കാണണമായിരുന്നു. ഇപ്പോഴും അവരെ മകനെ നീതി മേടിക്കാനായിട്ട് നടക്കുവാണ്. അപ്പം ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുവാണ്. കോട്ടയത്ത് നടന്ന ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ, അതിക്രൂരമായിട്ടുള്ള റാഗിങ് ആയിരുന്നു. അതിനെ റാഗിംഗ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, കൊലപാതക ശ്രമമായിരുന്നു. ശരിക്കും ഇത്രയും തോന്നിവാസങ്ങൾ നടന്നിട്ടും പിന്നെ എന്തുകൊണ്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഈ കാര്യവട്ടത്തെ ന്യൂസ് ഒന്നും വലുതായിട്ട് എങ്ങും ചർച്ചയായിട്ടില്ല. ഇതൊന്നും കാണാനായിട്ട് വലുതായിട്ട് ആൾക്കാരും ഇല്ലായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, നിങ്ങൾ ഇതിൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കിയാൽ മതി. ഈ ന്യൂസ് ചാനലൊക്കെ ഇതൊന്നും ആർക്കും കാണണ്ട എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അന്നേരത്തെ ഒരു ചൂട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. ശരിക്കും തോന്നിവാസമല്ലേ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പയ്യനെ കൊണ്ട് തുപ്പിയിട്ട് അത് കുടിപ്പിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ഈ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നറിയാം. എന്തോന്ന് എന്നെ മുട്ടു തിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തിൽ ഒരു അടി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നു. അങ്ങനെ അത് വേലു എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായുണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായുണ്ട് എടുത്തിട്ട് തുപ്പിയിട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത്. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. തോന്നിവാസമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു പയ്യൻ്റെ അടുത്ത്. എന്തോ പ്രായമുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ റാഗ് ചെയ്തിട്ട് എന്ത് നേട്ടമാണ് ഉദ്ദേശിക്കുന്നത്? റാഗ് ചെയ്യുമ്പോൾ നിന്റെയൊക്കെ ഒരു വിചാരം കാണും, നീയൊക്കെ എന്തോ വലിയ അങ്ങ് സംഭവമാണ്, നീയൊക്കെ വലിയ ഡോൺ ആണെന്നായിരിക്കും നിന്റെയൊക്കെ ചിന്ത. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കാര്യം ഫസ്റ്റ് ഇയേഴ്സായിട്ട് വരുന്ന പിള്ളേരെ പിടിച്ചിരുത്തി റാഗ് ചെയ്യുക, അവന്മാരെ അടിക്കുക, തുപ്പിയിട്ട് വെള്ളം കുടിപ്പിക്കുക, തോന്നിവാസമല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെയായിരുന്നു ഈ കോട്ടയത്തെ കേസും. കോട്ടയത്ത് പിന്നെ ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിന് മുന്നേ നടന്ന പല വിഷയങ്ങളും കോംപ്രമൈസ് ചെയ്ത് പോയിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരുത്തൻ. അതിനെ പറ്റിയിട്ട് ഈ KSUവിന്റെ നേതാവായിട്ടുള്ള അലോഷ്യസ് സേവിയർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ രാഹുൽ രാജിനെ പറ്റിയിട്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ വിദ്യാർത്ഥി പക്ഷ നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത്തരം വൃത്തികെട്ട പ്രവർത്തികൾ, രാഹുൽ രാജ് എന്ന് പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ്. അദ്ദേഹം ബാലസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. SFIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി CPMന്റെ സമ്മേളനങ്ങളിലെല്ലാം നിരന്തരം പങ്കെടുക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കേട്ടല്ലോ, അതായത് കൊടിമൂത്ത ഒരു പ്രവർത്തകനായിരുന്നു ഈ പറയുന്ന രാഹുൽ രാജ് എന്ന് പറയുന്നത്. ഞാൻ ഇവന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. ഇവൻ എന്തുമാത്രം ഇതിനകത്ത് ആക്റ്റീവ് ആയിരുന്നു എന്ന്. കണ്ടല്ലോ, ഇത് രാഹുൽ രാജിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന വീഡിയോ ആണ്. അത് മാത്രമല്ല, ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഷെയർ ചെയ്ത് തരാം. ഈ പയ്യൻ എല്ലാ കാര്യങ്ങൾക്കും, SFIയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവ മുൻനിരയിൽ നിന്നൊരു ചെറുക്കനാണ് ഇവൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ SFI പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ളതാണ് ശരിക്കും? ഈ SFI പ്രവർത്തകർ എല്ലാവരും റാഗ് ചെയ്യുന്നു അങ്ങനൊന്നും എനിക്ക് നിലപാടൊന്നുമില്ല. പക്ഷെ ഞാൻ SFI പ്രവർത്തകനാണെന്നുള്ള രീതിയിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ വെറും തോന്നിവാസമാണെന്ന് ഞാൻ പറയത്തുള്ളൂ.
ശരിക്കും ഇവിടെ അതിക്രൂരമായിട്ടൊക്കെയാണ് ഓരോ ആൾക്കാരെ പിടിച്ചെടുത്ത് റാഗ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണക്ട് ചെയ്യണത് ഈ SFI എന്ന് പറയുന്ന ഒരു സംഭവം. ഉള്ളത് എന്തായാലും ഇല്ലേ, നമ്മുടെ നാടൊക്കെ എങ്ങോട്ടാണ് പോണതെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. SFI സംസ്ഥാന സെക്രട്ടറിയുടെ മനോനില പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ രാഹുൽ രാജ് എന്ന് പറയുന്നവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ മുഴുവൻ പരതി കഴിഞ്ഞാൽ ചുമലല്ലാതെ മറ്റൊരു കൊടി കാണാൻ സാധിക്കുന്നില്ല. അച്ഛൻ സഖാവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റ് സഖാക്കളോടൊപ്പം മറ്റേ സമ്മേളന വേദിയിൽ SFI കമ്മിറ്റി വേദികളിൽ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഈ റാഗിങ്ങിനെ തടയിടാൻ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം മുന്നോട്ട് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും മുന്നോട്ട് തന്നെ വരണം. ഇനി ഒരു മനുഷ്യർക്കും ഇത്തരത്തിലുള്ള റാഗിങ് ഒരിക്കലും ഫേസ് ചെയ്യരുത്. തോന്നിവാസങ്ങളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതിനപ്പുറം വേറെ ഒന്നും നമുക്ക് പറയാനില്ല. കാര്യം യുവമാരെ ഇനിയിപ്പം കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം അതിനകത്ത് കുറെ കൂടെ തെളിവുകൾ ഇനി എടുക്കുമായിരിക്കാം. യുവമാർ ഇനി മുന്നേയും ഇതുപോലെ കുട്ടികളുടെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. കാര്യം ഇവന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. ത്രൂ ഔട്ട് ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള കുറേ കച്ചറ പരിപാടികളും അടിച്ചു പൊളിച്ച് നടക്കുക, വെള്ളം അടിച്ച് ഇങ്ങനെ കറങ്ങുക. കാര്യം അവന്മാർ കോളേജിലാണെന്നുള്ളതിൻ്റെ യാതൊരു ബോധവും അവന്മാർക്കില്ല. അതും ആ കോളേജാണ് അതിന് പറ്റിയൊരു കോളേജ്. യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല. ഇന്നലെ പ്രിൻസിപ്പളിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പോഷൻ ഞാൻ ഇവിടെ വയ്ക്കാം, ഒന്ന് കണ്ടു നോക്കാം. നഴ്സിംഗ് കോളേജിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അവരുടെ ന്യായീകരണങ്ങളും നമുക്ക് കേൾക്കാം. ഇത് നമ്മുടെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ ഇവിടുത്തെ സംഭവത്തെക്കുറിച്ച് നമ്മോട് പറയും. കുറ്റവാളികളായ കുട്ടികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കോളേജിൽ ഇത് ആദ്യത്തെ സംഭവമാണോ? അതെയോ? അതെ, ആദ്യത്തെ സംഭവമാണ്. ആണല്ലേ? ഇതിനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ? എല്ലാവരും അല്ല പഠിക്കാന്ന് ഉദ്ദേശത്തോടെ മാത്രം വരുന്ന കുട്ടികളാണ് അല്ലേ? ഡ്രഗ്സ് അങ്ങനെ യൂസ് ചെയ്യും അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടല്ലോ? അങ്ങനെയൊന്നും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? അല്ലാതെയുള്ള അലമ്പ് കാണിക്കുന്നതാണല്ലേ? പല സ്ഥലത്ത് നിന്ന് കുട്ടികൾ കൂടി അല്ലേ, കൂട്ടുകൂടി അല്ലേ പ്രശ്നം ഉണ്ടായതാണല്ലേ? എങ്കിലും പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് വളരെ നല്ല നടപടിയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. അവർ നിയമ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടല്ലോ, അവർക്കൊന്നും അറിയത്തില്ല. ഇതിനു മുന്നേ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഇവിടെ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവരൊക്കെ വന്നിരുന്ന് പറയണത്. സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു നിങ്ങളുടെയൊക്കെ. ഇത്രയും ക്രൂരമായ ഒരു റാഗിങ് നടന്ന ഒരു കോളേജാണ്. അതെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കുക. ആ കോളേജ് എന്ന് പറയുന്നത് സംരക്ഷിക്കുക എന്നുള്ളതല്ല, ഓരോ കുട്ടികളുടെയും ജീവനാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെയൊക്കെ മുൻപും ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയം പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല? ഇത് ഇത്രയും വഷളാവത്തില്ലായിരുന്നു. കാര്യം ഇപ്പം ആ പയ്യൻ വന്നിരുന്ന് വിഷമിച്ച് പറയുന്ന കണ്ടില്ലേ, എൻ്റെ വീഡിയോ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ആ പയ്യൻ പറയണത്. വെറും പോക്കൃത്തരല്ലേ ഇപ്പം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കാര്യവട്ടത്തെ കേസും ഈ പ്രതികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക, അതും ഇതുപോലെ തന്നെ ആക്ഷൻ എടുക്കുക. അല്ലാതെ ഇതും അതും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം വന്ന് സംസാരിച്ച ആ ഒരു പയ്യനും അവൻ്റെ അച്ഛനും കൂടി വന്നിരുന്നിട്ട് നല്ല വിഷമത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. ആ പയ്യനെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും 2025 ജാനുവരി 1 തൊട്ട് എന്തെല്ലാം വാർത്തകളാണ് കേരളത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. കൊലപാതകം, പിന്നെ ഈ റാഗിങ്, പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള റിലേഷൻ, എന്തെല്ലാം കേൾക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇനിയും കേരളത്തിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പ്രതികരിക്കുക. വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി KSU മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SFI ഇനിയെങ്കിലും ഇത്തരമുള്ള റാഗിംഗ് പ്രവർത്തനങ്ങളെ ഓൺ ചെയ്യരുത്. അതിൻ്റെ വിദ്യാർത്ഥി വളരെ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. എന്നിട്ട് പോലും അതിന് ഇവർ ഒരു പൊറാട്ട് നാടകം എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു സമരവുമായിട്ട് കടന്നു വന്നു. SFIയുടെ എത്ര ജില്ലാ നേതാക്കന്മാർ ആ സമരത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര സംസ്ഥാന നേതാക്കൾ? ഇത്ര വലിയ രീതിയിലേക്ക് ഇവർ റാഗിങ്ങിനെതിരെ പോരാട്ടം നടത്തുകയാണെങ്കിൽ SFIയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവാഹി ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു? അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനം ഇനിയെങ്കിലും SFI അവസാനിപ്പിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFI സ്പോൺസർ ചെയ്യുന്ന റാഗിങ് പൂർണ്ണമായ രീതിയിലേക്ക് അതിനെ തുരത്തണം. ഇല്ല എങ്കിൽ SFIനെ ആളുകൾ കേരളീയ പൊതുസമൂഹം കൈവയ്ക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിലെ അവരുടെ പ്രവർത്തനങ്ങൾ. കേട്ടല്ലോ, ഈ ഒരു പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ആളുകൾ കൈവയ്ക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന അലോഷ്യസ് സേവ്യർ തുടക്കം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ രാഹുൽ രാജ് SFI പ്രവർത്തകനല്ല എന്നാണ് അവർ പറയുന്നതെന്ന്. ഇവൻ കൊടിയും പിടിച്ച് വിളിച്ചു പോയിക്കൊണ്ട് പോകുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഇവൻ SFI പ്രവർത്തകനല്ല എന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള റാഗിങ്ങിൻ്റെ ഇഷ്യൂവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ ഇടപെടുക. കാര്യം പല കുട്ടികൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അവർ ഫേസ് ചെയ്തിട്ട് അവർ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുവാണ്. അപ്പോൾ ഇനി ഒരു കോളേജുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. അത് മാത്രമല്ല, യുവമാർക്ക് ഒരു കോളേജിലും അഡ്മിഷൻ കൊടുക്കരുത്. അതാണ് ചെയ്യേണ്ടത്.
എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.